പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. വിശുദ്ധ ഖുർആൻ എന്ന അനുപമ വിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ്. പീസ് റേഡിയോ അന്നൂർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളുടെ തുടർച്ചയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 166 വചനത്തിൻ്റെ തുടക്കഭാഗമാണ് പഠിക്കുകയുണ്ടായത്. പിന്തുടരപ്പെട്ട ആരാധ്യന്മാരും നേതാക്കന്മാരും പിന്തുടർന്ന ആരാധന നിർവഹിച്ചിരുന്നവരെയും അനുയായികളെയും വിട്ടകന്നും ഒഴിഞ്ഞും പെരുമാറുന്നത് ഓർക്കുവാനും ഓർമ്മിപ്പിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നതാണ് വിശദമായി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലാക്കുകയുണ്ടായത്. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും വഴിപ്പെട്ടും കീഴ്പ്പെട്ടും വർത്തിച്ചിരുന്ന അനുയായികളെ ദൂരെ മാറ്റി നിർത്തി അവരിൽ നിന്ന് ഒഴിവാകുന്ന ആ വിഷയമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായത്. ആ തുടർച്ചയിൽ ഇനി നമുക്ക് പഠിക്കുവാനുള്ളത്, ആരാണ് ഇവിടെ അല്ലദീന തുബിഉ പിന്തുടരപ്പെട്ടവർ? അപ്രകാരം ആരാണ് അല്ലദീന തബഉ പിന്തുടർന്നവർ? അള്ളാഹുവോടൊപ്പം ആരാധ്യന്മാരെ സമന്മാരായി സ്വീകരിച്ച ആളുകൾ ഉദ്ദേശമാണ്. അപ്രകാരം വാക്കിലും പ്രവൃത്തിയിലും പിന്തുടർന്ന് നായകത്വവും നേതൃത്വവും വഹിച്ചിരുന്ന ആളുകൾ ഉദ്ദേശമാണ്. ജിന്നു പിശാചുക്കളും ഉദ്ദേശമാണ്. എല്ലാ പിന്തുടരപ്പെട്ടവരും അസത്യത്തിൽ, അന്യായത്തിൽ, വ്യർത്ഥമായതിൽ പിന്തുടരപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവരെല്ലാം ഉദ്ദേശമാണ്. അല്ലദീന തുബിഉ പിന്തുടരപ്പെട്ടവർ എന്നതിൽ ആരാധിച്ചിരുന്നവരും അനുയായികളും അനുകരിച്ചിരുന്നവരും പിന്തുടർന്നവരും അല്ലദീന തബഉ എന്നതിലും ഉദ്ദേശമാണ്. ഇവിടെ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ എന്നിടത്ത് അല്ലദീന എന്നാണ് 2 തവണ പ്രയോഗം വന്നത്. വ്യാകരണ പ്രകാരം ആഖിലായവയ്ക്കാണ് അല്ലദീന എന്ന ഇസ്മു മൗസൂല പ്രയോഗിക്കുക. ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യരെ പോലുള്ള ജിന്നുകളെ പോലുള്ള ആളുകൾ. ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ എന്നതിനെ പുരസ്കരിച്ച് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, വദാലിക ലാ യലീഖു ഇല്ലാ ബിമൻ ഇത്തഖദൽ ഉഖലാ അൻദാദൻ വ അംസാലൻ ലില്ലാഹി തആല. അല്ലാഹുവിന് സമന്മാരെയും തുല്യന്മാരെയും ഉഖലായിൽ നിന്ന് സ്വീകരിച്ചവർ, മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുമൊക്കെ സ്വീകരിച്ചവർ, അവർക്കാണ് ഈ പ്രയോഗം യോജിക്കുക. അല്ലദീന എന്നുള്ള ഇസ്മു മൗസൂല യോജിക്കുക. ഇതിവിടെ പറയാൻ കാരണം, അള്ളാഹുവെ കൂടാതെ അല്ലെങ്കിൽ അള്ളാഹുവോടൊപ്പം സമന്മാരെ സ്വീകരിക്കുന്നവർ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഉദ്ദേശിച്ചാണ് ഈ വിശുദ്ധ വചനങ്ങളൊക്കെ. മഹാന്മാരും പുണ്യാളന്മാരും അമ്പിയാക്കളും ഔലിയാക്കളും ഒന്നും ഇവിടെ ഉദ്ദേശമല്ല. ഇതൊക്കെ ഹജറിൻ്റെയും ഷജറിൻ്റെയും കല്ലിൻ്റെയും മരത്തിൻ്റെയും വിഷയത്തിലാണ്. കല്ലാൽ മരത്താൽ തീർക്കപ്പെട്ട ബിംബങ്ങളുടെയും പ്രതിഷ്ഠകളുടെയും വിഷയത്തിൽ മാത്രമാണെന്ന ധാരണ തിരുത്തപ്പെടുന്നതിന് വേണ്ടിയാണ്. ഇതുപോലെ ഈ ആയത്തിൻ്റെ വിഷയത്തിൽ സുപ്രധാന മറ്റൊരു മസ്അല, ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ പിന്തുടർന്നവർ പിന്തുടരപ്പെട്ടവരിൽ നിന്ന് ഒഴിയുന്ന സമയം എങ്ങനെയാണ് ഈ തബറു, ഈ ഒഴിയൽ? നമ്മൾ പറഞ്ഞു തീർത്തും പേർത്തും ഒഴിയും, അകലും. അതാണ് ആ തബറ എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത്. ഉദാഹരണങ്ങൾ ചിലത് നമ്മൾ കേൾക്കുകയുണ്ടായി. എങ്ങനെയാണ് ഈ ഒഴിയൽ? നേതാക്കന്മാർ തങ്ങൾ അവിശ്വസിച്ചതിനാൽ അവർക്ക് ഖേദം വരും, അവർ സങ്കടപ്പെടും പരലോക കോടതിയിൽ. തബറുൽ മത്ബൂഊൻ, അതിനാലാണ് ആ നേതാക്കന്മാർ ഒഴിയുന്നത്. ബിന്നദം അലൽ കുഫർ, തങ്ങൾ അവിശ്വസിച്ചതിനാലുള്ള ഖേദം അതവിടെ ഉണ്ടാകും. അതോടുകൂടി അവർ അനുകരിച്ചവരെ, അനുധാവനം ചെയ്തവരെ, അനുയായികളെ വിട്ടകലുകയും വെടിയുകയും ചെയ്യും എന്നാണ്. ഔ ബിൽ അജിസി അനിദ്ദഫ്, അല്ലെങ്കിൽ ഈ അനുയായികളെ തൊട്ട് അനുകരിച്ചിരുന്ന അനുകൂലിച്ചിരുന്ന ആളുകളെ തൊട്ട് ചെറുക്കാൻ തങ്ങൾക്ക് അശക്തമാകുമ്പോൾ, സാധ്യമാകാത്തത് കാരണത്താൽ നേതാക്കന്മാർ അവരിൽ നിന്നൊഴിയും എന്നാണ്. ഈ 2 അഭിപ്രായത്തേക്കാൾ ഏറ്റവും കൂടുതൽ പ്രാമാണികർ എടുത്തു പറഞ്ഞ അഭിപ്രായം ഇനി പറയാനിരിക്കുന്ന 3ാമത്തേതാണ്. ഈ ഒഴിച്ചിലും അകറ്റലും അവസ്ഥ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ല, വാക്കാൽ. പിന്തുടരപ്പെട്ട നേതാക്കന്മാർ പറയും അനുയായികളെ നോക്കി, ഇക്കൂട്ടരെ ഞങ്ങൾ പിഴപ്പിച്ചിട്ടില്ല, അവർ അവരുടെ ഇച്ഛാശക്തിയാൽ അവരുടെ ഉദ്ദേശത്താൽ അവിശ്വസിച്ചതാണ്.
ഇന്ന ലം നുദില്ല ഹഉല ബൽ കഫറു ബി ഇറാദതിഹിം. അകലുന്നതോടൊപ്പം അകറ്റുന്നതോടൊപ്പം ഒഴിയുന്നതോടൊപ്പം ഒഴിപ്പിക്കുന്നതോടൊപ്പം നേതാക്കന്മാർ അനുയായികളെ നോക്കിക്കൊണ്ട് പറയും, ഇക്കൂട്ടരെ ഞങ്ങൾ പിഴപ്പിച്ചതല്ല, അവർ അവരുടെ ഇഷ്ടപ്രകാരം ഉദ്ദേശപ്രകാരം പിഴച്ചതാണ്, അവിശ്വസിച്ചതാണ് എന്ന്. അത് മുറിവിൽ മുളക് തേക്കുന്നത് പോലുള്ള ദുരവസ്ഥയാണ്. സൂറത്തുൽ ഖസസിന്റെ 62-ാം വചനത്തിൽ ഇങ്ങനെ പറഞ്ഞൊഴിയുന്നതിനെക്കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, റബ്ബന ഹഉലാഇ അല്ലദീന അഗ്വൈനാഹും കമാ ഗവൈന തബറഅനാ ഇലൈക മാ കാനൂ ഇയ്യാനാ യഅ്ബുദൂൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ പിഴപ്പിച്ച ഇക്കൂട്ടർ, ഞങ്ങൾ പിഴച്ചതുപോലെ ഞങ്ങൾ അവരെ പിഴപ്പിച്ചതാണ്. ഞങ്ങളിതാ നിന്നിലേക്ക് ഒഴിഞ്ഞിരിക്കുന്നു. മാ കാനൂ ഇയ്യാനാ യഅ്ബുദൂൻ, അവർ ഞങ്ങളെ ആരാധിക്കുന്നവർ ആയിരുന്നില്ല. ഇത് വാക്കാൽ പ്രഖ്യാപനത്തിലൂടെയുള്ള ഒഴിഞ്ഞു മാറലാണ് നേതാക്കന്മാർക്ക് അനുയായികളുടെ മുമ്പിൽ. ഇങ്ങനെയായിരിക്കും ആ ഒഴിഞ്ഞു മാറൽ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാധ്യന്മാരെയും ആരാധിച്ചിരുന്നവരെയും നേതാക്കന്മാരെയും അനുയായികളെയും ഒരുമിച്ച് കൂട്ടുകയാണ്, സംഗമിപ്പിക്കുകയാണ് പരലോക കോടതിയിൽ. അന്യോന്യം കാണും വിധം, അന്യോന്യം കേൾക്കും വിധം, സംസാരിക്കാനും സംവദിക്കാനും അവസരമുണ്ടാകും വിധം. ആ സമയം അനുയായികൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ഉപകരിക്കുകയില്ല എന്ന് മാത്രമല്ല, പ്രത്യുത ഒരു ഉപകാരവും ഗുണവും ചെയ്യാതെ അവരിൽ നിന്ന് അകന്നു മാറുകയാണ്, അവരെ ദൂരപ്പെടുത്തുകയും ഒഴിവാക്കുകയുമാണ്. ഞങ്ങൾ ഇവരിൽ നിന്ന് ഒഴിയുകയാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ എത്ര കഷ്ടമാണ്, എത്ര വലിയ നഷ്ടമാണ്, ഏറെ നിരാശാജനകമാണ്, എത്ര വലിയ ഇച്ഛാഭംഗമാണ് ഈ ആരാധിച്ചവർക്കും അനുയായികൾക്കുമൊക്കെ സംഭവിക്കാനിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ പെറുക്കി വായിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇദ് തബറഅ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ എന്ന് ഈ വിഷയത്തിൽ പറയുകയുണ്ടായത്, പരാമർശിക്കുകയുണ്ടായത്. ഇതിൻ്റെ തുടർച്ചയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വറഔൽ അദാബ്, ആ ശിക്ഷയെ അവർ കാണുകയും ചെയ്താൽ. അപ്പോൾ വാവുൽ അത്ഫാണ്. വറഔ എന്നുള്ളിടത്ത് തുടക്കത്തിലുള്ള വാവ്. വറഔൽ അദാബ്, ആ ശിക്ഷയെ അവർ കാണുകയും ചെയ്താൽ, ആ വിഷയവും ഓർക്കുക, ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. ഇവിടെ വറഔൽ അദാബ് എന്നതിൽ വാവ്, തുടക്കത്തിലുള്ള വാവ് വാവുൽ ഹാൽ എന്നും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അർത്ഥം ആ ശിക്ഷയെ അവർ കാണുന്ന അവസരത്തിൽ, അവസ്ഥയിൽ എന്നാണ്. ശിക്ഷയെ അവർ കാണുന്ന അവസ്ഥയിലാണ് ഈ തള്ളിപ്പറച്ചിൽ, ഈ ഒഴിഞ്ഞുമാറ്റം എന്നാണ് അപ്പോൾ ഉദ്ദേശം. അൽ അദാബ്, ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഒരുക്കപ്പെട്ട ശിക്ഷയാണ്. അനുയായികൾക്ക് ശിക്ഷയുണ്ട്, നേതാക്കന്മാർക്കും ശിക്ഷയുണ്ട്. ഓരോരുത്തർക്കും തങ്ങൾ അർഹിക്കുന്ന ശിക്ഷ അതൊരുക്കപ്പെട്ടത് അവർ കാണും എന്നുള്ളതാണ്. വറഔ എന്ന് പറഞ്ഞാൽ അവർ കാണും എന്നാണ്. ആരാണ് അവർ? അവർ എന്നതിൽ ദമീർ വ്യംഗ്യമാണ്. ആ വ്യംഗ്യമായ സർവനാമം രണ്ടു കൂട്ടരിലേക്കുമാണ് മടങ്ങുന്നത്. അല്ലദീന തുബിഉ അല്ലദീന തബഉ, പിന്തുടരപ്പെട്ട നേതാക്കന്മാർ, പിന്തുടർന്ന അനുയായികൾ. ഇരു കൂട്ടരും തങ്ങൾക്കുള്ളതായ ശിക്ഷയെ കൺമുമ്പിൽ കാണുകയും ചെയ്യും, അല്ലെങ്കിൽ കാണുന്ന അവസ്ഥയിൽ നേതാക്കന്മാർ അനുയായികളിൽ നിന്ന് ഒഴിയും, അകലും, അകറ്റും എന്നൊക്കെയാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. പരലോക കോടതിയിൽ ശിക്ഷയിൽ ചെന്ന് വീഴുന്നതിന് മുമ്പ് വീഴാനിരിക്കുന്ന ശിക്ഷയെ കാണുക എന്നുള്ളതുണ്ട്. വഖീല ദുഉ ശുറകാഅകും ഫദഉഹും ഫലം യസ്തജീബു ലഹും വറഔൽ അദാബ ലൗ അന്നഹും കാനൂ യഹ്തദൂൻ. സൂറത്ത് ഖസസിലെ 64-ാം വചനം. നിങ്ങളുടെ പങ്കാളികളെ വിളിക്കൂ എന്ന് പറയപ്പെടും. പങ്കുചേർത്തവർ പങ്കാളികളെ വിളിക്കും. ഫദഉഹും, പക്ഷെ ഫലം യസ്തജീബു ലഹും, പങ്കാളികൾ പങ്കുചേർത്തവർക്ക് ഉത്തരമേകുകയേ ഇല്ല. വറഔൽ അദാബ്, അവർ ശിക്ഷ കാണുന്ന അവസ്ഥയിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറഞ്ഞു, വറഅൽ മുജ്രിമൂന അന്നാറ ഫദന്നു അന്നഹും മുവാഖിഊഹ വലം യജിദു അൻഹാ മസ്രിഫ. വറഅൽ മുജ്രിമൂന അന്നാർ, കുറ്റവാളികൾ നരകത്തീനെ കാണും. ഫദന്നു, അതോടെ അവർ ഉറപ്പിക്കും. അന്നഹും മുവാഖിഊഹ, ആ നരകത്തിയിൽ തങ്ങൾ പതിക്കുകയാണ് എന്ന്. വിചാരണയുമായി ബന്ധപ്പെട്ട വിശദമായ ഒരു തിരുമൊഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സുമ്മ യുഅ്താ ബി ജഹന്നം തുഅറദു കഅന്നഹാ സറാബ്, പിന്നീട് ജഹന്നം, നരകം കൊണ്ടുവരപ്പെടും, അത് പ്രദർശിപ്പിക്കപ്പെടും ഒരു മരീചിക എന്ന പോലെ. അതിനെ തുടർന്നാണ് ഫയുനാദി മുനാദിം ഫയഖൂൽ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയുക. എന്ത്?
ലിതത്തബിഉ കുല്ലു ഉമ്മത്തിൻ മാ കാനത് തഅബുദു, ഓരോ സമുദായവും തങ്ങൾ ആരാധിച്ചിരുന്നതിനെ പിന്തുടരട്ടെ എന്ന്. മൻ കാന യഅബുദു ശൈഅൻ ഫല്യത്തബിഉഹു, വല്ലതും ആരാധിച്ചിരുന്നവർ താൻ ആരാധിച്ചതിനെ പിന്തുടരട്ടെ എന്ന് അവിടെ പറയപ്പെടും. അങ്ങനെ ഓരോരുത്തരും തങ്ങൾ ആരാധിച്ചതിനെ പിന്തുടരുന്ന അവസ്ഥ വരുമ്പോൾ ഫലാ യബ്ഖ അഹദുൻ കാന യഅബുദു ഗൈറല്ലാഹി സുബ്ഹാനഹു മിനൽ അസ്നാമി വൽ അൻസാബി ഇല്ലാ യതസാഖതൂന ഫിന്നാർ. അല്ലാഹുവെ കൂടാതെ വിഗ്രഹങ്ങളെയും ബിംബങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്നവർ ശേഷിക്കുകയില്ല, അവർ നരകത്തിയിലേക്ക് കൊഴിഞ്ഞു വീഴാതെ എന്നാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ തിരുമൊഴി അറിയിക്കുന്നത് ഉപരിസൂചിത വചനങ്ങൾ സൂറത്തുൽ ഖസസിലെയും കഹ്ഫിലെയും ഒക്കെ വചനങ്ങൾ അറിയിക്കുന്നത് വിചാരണയുടെ വേദിയിൽ തങ്ങളേൽക്കാൻ പോകുന്ന, തങ്ങൾ പതിക്കാൻ പോകുന്ന ശിക്ഷ കൺമുമ്പിൽ കാണും എന്നുള്ളതാണ്. അതാണ് വിശുദ്ധ വചനങ്ങളിൽ നമ്മുടെ ഈ വചനത്തിൽ വറഔൽ അദാബ്, ഖസസിൽ വറഔൽ അദാബ്, സൂറത്തുൽ കഹ്ഫിൽ വറഅൽ മുജ്രിമൂനൻ നാർ, ഹദീസിൽ സുമ്മ യുഅ്താ ബിജഹന്നം തുഅറദു കഅന്നഹാ സറാബ്, ഇങ്ങനെയൊക്കെ പറയപ്പെട്ടത്. അള്ളാഹു അവൻ്റെ ശിക്ഷയിൽ നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ അനുയായികളും നേതാക്കന്മാരും ഒരുപോലെ ശിക്ഷ കൺമുമ്പിൽ കാണുന്ന ആ രംഗം, അനുയായികളിൽ നിന്ന് നേതാക്കന്മാർ അകലുന്നു, ഒഴിയുന്നു, നിരുത്തരവാദികളാകുന്നു, വഴിമാറുന്നു. തീർന്നോ? ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല തുടരുന്നു, വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, സബബുകൾ, ബന്ധങ്ങൾ അവരുടെ കുഫർ കാരണത്താൽ അല്ലെങ്കിൽ അവരെ തൊട്ട് അല്ലെങ്കിൽ ആ സബബുകൾ അവരോടൊപ്പം ഉണ്ടായിരിക്കെ മുറിഞ്ഞു പോവുകയും നിലച്ചു പോവുകയും ചെയ്യും എന്നാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്നത് ഈ ശിക്ഷ കാണുന്ന രംഗം, ശിക്ഷയിൽ നിന്ന് തങ്ങളെ രക്ഷപ്പെടുത്താൻ ആരുമേ ഇല്ല, ഒന്നുമേ ഇല്ല, രക്ഷക്കും മോക്ഷത്തിനും ഒരു വഴിയുമില്ല എന്നുള്ളത് ഉദ്യോതിപ്പിക്കുവാനാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആ വിഷയത്തിൽ പ്രയോഗിച്ച പ്രയോഗങ്ങൾ വതഖത്തഅത് ബിഹിം അൽ അസ്ബാബ് എന്നാണ്. അപ്പോൾ ആ പ്രയോഗത്തിൽ അതിൻ്റെ ഉദ്ദേശം പറയപ്പെട്ടതാണെങ്കിലും ചില പ്രത്യേകതകളും വിഷയങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് ഈ തുടർച്ചയിൽ ഒന്ന് ഓർത്ത് മനസ്സിലാക്കി പോകാം. ഈ ആയത്തിൽ തുടക്കത്തിൽ അള്ളാഹു ഇത് തബറഅ എന്നാണ് പറഞ്ഞത്. അതേപോലെ വറഔ, ഇവിടെ വതഖത്തഅത്, ഈ ക്രിയകൾ നോക്കൂ നിങ്ങൾ. തബറഅ ഭൂതകാല ക്രിയയാണ്, റഔ എന്നതും ഭൂതകാല ക്രിയയാണ്, തഖത്തഅത് എന്നതും ഭൂതകാല ക്രിയയാണ്. എന്നാൽ ഈ ക്രിയകൾ അറിയിക്കുന്ന സംഭവങ്ങൾ സംഭവിക്കാനിരിക്കുന്നതാണ്, വരാനിരിക്കുന്നതാണ്. പരലോകം സംഭവിച്ച് അന്ത്യനാൾ ആഗതമായി വിചാരണയുടെ വേദിയിൽ നടക്കാനിരിക്കുന്നതാണ്. ഭാവി കാലക്രിയ പ്രയോഗിക്കേണ്ടിടത്ത് എന്തുകൊണ്ട് ഭൂതകാലക്രിയ ആവർത്തിച്ച് പ്രയോഗിക്കപ്പെട്ടു? അതിൽ ഈ തഹഖുഖിൽ വുഖൂ, ഇത് സംഭവിക്കുമെന്നുള്ളത് സ്ഥിരീകരിക്കാനും ഉറപ്പിക്കാനുമാണ്. സംഭവിച്ച ഒരു സംഗതി എത്രമേൽ നമുക്ക് ഉറപ്പിക്കാം, തീർപ്പാക്കാം, അതുപോലെ ഉറപ്പിക്കാവുന്ന, തീർപ്പാക്കാവുന്ന വിഷയങ്ങളാണ് ഈ വരാനിരിക്കുന്ന വിഷയങ്ങളെല്ലാം എന്നത് ബോധ്യപ്പെടുത്താനാണ് ഈ ഭൂതകാലക്രിയകളുടെ പ്രയോഗം. ഇവിടെ വതഖത്തഅത് ബിഹിം അൽ അസ്ബാബ് എന്ന് പറഞ്ഞു. അവരോടൊപ്പമുള്ള, അവരുടെ കുഫ്ർ കാരണത്താലുള്ള, അവരെ തൊട്ട് എന്നൊക്കെ ബിഹിം എന്നതിന് അർത്ഥം പറയാൻ കാരണം അതിൽ പ്രയോഗിക്കപ്പെട്ട ഹർഫുൽ ജർ ബ ആണ്. ബിഹിം എന്നതിൽ ബി സബബിയാണ് എങ്കിൽ വതഖത്തഅത് ബിഹിം, അവരുടെ കുഫ്ർ കാരണത്താൽ അറ്റുപോകും, മുറിഞ്ഞുപോകും എന്നാണ് അർത്ഥം. അതല്ല ബ ലിൽ മുലാബസക്ക് വേണ്ടിയാണ് എങ്കിൽ, മുലാബസക്ക് വേണ്ടിയുള്ളതാണ് എങ്കിൽ അവരോടൊപ്പമുള്ള സബബുകൾ അതോടെ അറ്റുപോകും, മുറിഞ്ഞുപോകും എന്നാണ് അർത്ഥം. അതല്ല ബി എന്നത് അൻ എന്ന അർത്ഥത്തിലാണ് എങ്കിൽ വതഖത്തഅത് അൻഹും അൽ അസ്ബാബ്, അവരെ തൊട്ട് സബബുകൾ അറ്റുപോകും, മുറിഞ്ഞുപോകും, നിലച്ചുപോകും എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ അൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നിലച്ചു പോകുന്ന, മുറിഞ്ഞു പോകുന്ന, അറ്റുപോകുന്ന സബബുകൾ? പല ആശയങ്ങളിലാണ് സബബ് വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ തന്നെ പല ആശയങ്ങളിൽ ദുൽഖർനൈൻ്റെ വിഷയത്തിൽ പറഞ്ഞില്ലേ, വഅതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബ, എല്ലാ കാര്യത്തിൽ നിന്നുള്ള സബബിനെയും നാം അദ്ദേഹത്തിന് നൽകി എന്ന്. അവിടെ അറിവ് എന്നർത്ഥം നൽകിയവരുണ്ട്, മറ്റൊരു കാര്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള മാർഗം എന്ന അർത്ഥത്തിൽ പറയപ്പെട്ടിട്ടുണ്ട്. ഫൽയംദുദ് ബിസബബിൻ ഇലസ്സമ, ആകാശത്തിലേക്കൊരു സബബ് അവൻ നീട്ടിയിടട്ടെ എന്ന് പറയുന്നില്ല. അവിടെ സബബ് എന്ന് പറഞ്ഞാൽ കയർ എന്ന അർത്ഥത്തിലാണ്. ഫിർഔൻ പറഞ്ഞതായി വിശുദ്ധ ഖുർആനിലുണ്ട്, യാ ഹാമാനു ബിനിലി സർഹ ലഅല്ലി അബ്ലുഗുൽ അസ്ബാബ അസ്ബാബസ് സമാവാത്ത്. ഫിർഔനെ ഉദ്ധരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്,
ഹാമാൻ, എനിക്കൊരു സൗധം പണിയൂ, ഞാൻ അസ്ബാബിലേക്ക് എത്തട്ടെ. അസ്ബാബ് എന്ന് പറഞ്ഞാൽ അസ്ബാബ് സമാവാത്ത്, വാന കവാടങ്ങളിലേക്ക്. ഇവിടെ സബബ് അസ്ബാബ് കവാടങ്ങൾ എന്ന അർത്ഥത്തിൽ. ഫഅത്ബഅ സബബ ദുൽഖർനൈൻ, ഒരു സബബിനെ തുടർന്നു എന്ന് പറഞ്ഞാൽ അവിടെ വഴി തുടർന്നു എന്നുള്ളതാണ്. ഇങ്ങനെ പല അർത്ഥത്തിൽ ഒരു കവിതയിൽ കാണാം, വമൻ ഹാബ അസ്ബാബൽ മനായ യനൽനഹു വലൗനാല അസ്ബാബസ് സമാഇ ബിസുല്ലമി. ജാഹിലി കവി സുഹൈർ ഇബ്നു അബി സുൽമ പാടിയതാണിത്. മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളെ വല്ലവരും ഭയന്നാൽ ആ സംഭവങ്ങൾ ആ ഭയന്നവനെ തേടിപ്പിടിക്കുക തന്നെ ചെയ്യും. ഇവിടെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്നതിന് അസ്ബാബൽ മനായ, സബബ് അസ്ബാബ് സംഭവങ്ങൾ എന്ന അർത്ഥത്തിൽ. വലൗനാല അസ്ബാബസ് സമാഇ ബിസുല്ലമി, ഒരു ഏണി മാർഗേണ ആകാശ മാർഗങ്ങൾ അവൻ തേടിപ്പിടിച്ചാലും ശരി, അവൻ ഭയക്കുന്ന മരണത്തിൻ്റെ സംഭവ വികാസങ്ങൾ അവനെ പിടികൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ അസ്ബാബൽ മനായ, അസ്ബാബസ് സമ, മരണത്തിൻ്റെ സംഭവ വികാസങ്ങൾ, ആകാശമാർഗങ്ങൾ, ആകാശ കവാടങ്ങൾ, ഇതൊക്കെ ഈ സബബ് അസ്ബാബ് അർത്ഥമാക്കുന്നു. ആഷ ഖൈസ് പാടി, ലഇൻ കുൻത ഫീ ജുബ്ബിൻ സമാനീന ഖാമതൻ വറുഖീത അസ്ബാബസ് സമാഇ ബിസുല്ലമി. 80 ആളുകളുടെ ആകാരത്തിൽ നീ ഒരു കുഴിയിലാണെങ്കിലും, വറുഖീത അസ്ബാബസ് സമാഇ ബിസുല്ലമി, ഒരു കോണിയിലൂടെ ആകാശ കവാടങ്ങളിൽ നീ ഉയർത്തപ്പെട്ട നിലക്കാണെങ്കിലും, ലയസ്തദ്രിജൻകൽ അംറു ഹത്താ തഹുറഹു വതഅലമ അന്നീ ലസ്തു അൻക ബിമുഹ്റമി. മരണം നിന്നിലേക്ക് കടന്നു വരും നിന്നെ പ്രയാസപ്പെടുത്തുവോളം, ഞാൻ നിന്നിൽ നിന്ന് വിലക്കപ്പെട്ടവനല്ല എന്ന് നിനക്ക് ബോധ്യപ്പെടുവോളം. ഇതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ അസ്ബാബുസ്സമാഇ ബിസുല്ലമി, ഈ ഉദാഹരണമൊക്കെ ഞാൻ കൊണ്ടുവന്നത് സബബ് അസ്ബാബ് എന്നത് പലത് അർത്ഥമാക്കുന്നു എന്നുള്ളത് വായിക്കാനാണ്. ഇങ്ങനെ പല അർത്ഥങ്ങൾ ഉള്ള പ്രയോഗമാണ് അസ്ബാബ് എന്നതിനാൽ ഈ ആയത്തിൻ്റെ ഉദ്ദേശത്തിലും പല ആശയങ്ങളും അർത്ഥങ്ങളും പറയപ്പെട്ടിട്ടുണ്ട്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അവരെ തൊട്ട് സബബുകൾ അറ്റുപോകും, മുറിഞ്ഞു പോകും എന്ന് പറയുമ്പോൾ എന്താണ് അറ്റുപോകുന്ന, നിലച്ചു പോകുന്ന, മുറിഞ്ഞു പോകുന്ന സബബുകൾ? അൽ വസുലാത്തുല്ലത്തി കാനത്ത് ബൈനഹും, തങ്ങൾക്കിടയിലുണ്ടായിരുന്ന, നേതാക്കന്മാർക്കും അനുയായികൾക്കും ഇടയിലുണ്ടായിരുന്ന ബന്ധങ്ങൾ അറ്റുപോകും. ചിലർ പറഞ്ഞു അൽ അർഹാമുല്ലത്തി യതആതഫൂന ബിഹ, കാരുണ്യപൂർവം കനിവുപൂർവം അവർ കൊണ്ടു നടന്നിരുന്ന രക്തബന്ധങ്ങൾ അത് അന്യോന്യമുള്ളത് മുറിഞ്ഞു പോകും, അറ്റുപോകും. അപ്രകാരം അൽ അഅമാലുല്ലത്തി കാനൂ യൽസമൂനഹ, അവർ വിടാതെ തുടർന്നിരുന്ന കർമ്മങ്ങൾ അവരെ തൊട്ട് മുറിഞ്ഞു പോകും. അൽ ഉഹൂദു വൽ ഹലിഫുല്ലത്തി കാനൂ യൽസമൂനഹ, അവർ മുറിഞ്ഞു പോകാതെ സൂക്ഷിച്ചിരുന്ന കരാറുകൾ, ഉറപ്പുകൾ, അതൊക്കെ മുറിഞ്ഞു പോകും. ഇതാണ് അതിൻ്റെ മറ്റൊരു ഉദ്ദേശമായി ചിലർ പറഞ്ഞത്. ഇത്തബിഉ സബീലന വൽ നഹ്മിൽ ഖതായാക്കും എന്ന് പറഞ്ഞില്ലേ സൂറത്ത് അങ്കബൂത്തിന്റെ 12, നിങ്ങൾ ഞങ്ങളുടെ മാർഗം പിൻപറ്റൂ, നിങ്ങളുടെ തെറ്റുകളൊക്കെ ഞങ്ങൾ ഏറ്റുകൊള്ളാമെന്ന് നേതാക്കന്മാർ അനുയായികളോട് പറയുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ. ഇതുപോലത്തെ കരാറുകളുണ്ട്, ഉടമ്പടികളുണ്ട്. ഫിർഔൻ തൻ്റെ അനുയായികളോട് പറഞ്ഞില്ലേ, വമാ അഹ്ദീകും ഇല്ലാ സബീല റഷാദ്, ഞാൻ നിങ്ങളെ വഴി നടത്തുന്നത് സൽസരണിയിലേക്കാണ് എന്ന്. ഇങ്ങനത്തെ ഉറപ്പുകളായിരുന്നു, കരാറുകളായിരുന്നു കൊടുത്തിരുന്നത് ദുനിയാവിൽ. ഇത്തരം ഉറപ്പുകളും കരാറുകളും അതൊക്കെ മുറിഞ്ഞു പോകും എന്നാണ് ഇവിടെ ഉദ്ദേശമെന്നാണ് അൽ ഉഹൂദ് വൽ ഹലിഫുല്ലത്തി കാനൂ യൽസമൂനഹ അൽ അസ്ബാബായി വിശദീകരിച്ചവർ പറഞ്ഞത്. മറ്റു ചിലർ പറഞ്ഞത് അൽ മനാസിലുല്ലത്തി കാനത്ത് ലഹും ഫിദ്ദുന്യ, ദുനിയാവിൽ തങ്ങൾക്കുണ്ടായിരുന്ന പദവികൾ, സ്ഥാനമാനങ്ങൾ, അതൊക്കെ മുറിഞ്ഞു പോകും എന്നാണ്. അസ്ബാബുൻ നജാതി തഖത്തഅത് അൻഹും, രക്ഷാമാർഗങ്ങൾ അവരെ തൊട്ട് വഴിമാറും, നിലച്ചുപോകും എന്ന് വിശദീകരിച്ചവരുമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അൽ അസ്ബാബ് എന്നതിന് വന്ന അർത്ഥം അൽ മവദ്ദത്ത് എന്നാണ്. സ്നേഹബന്ധങ്ങൾ അത് മുറിഞ്ഞു പോകും എന്നുള്ളതാണ്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്നിടത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ തഫ്സീർ ഇബ്നു ജരീർ തബരിയും അതേപോലെ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിലുമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. നേതാക്കന്മാരും അനുയായികളും പിന്തുടരപ്പെട്ടവരും പിന്തുടർന്നവരും തമ്മിലുള്ള സ്നേഹബന്ധങ്ങൾ അത് അറ്റുപോകും, നിലച്ചുപോകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു തഫ്സീർ, അതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ ഒരു തഫ്സീർ മാത്രമല്ല ഈ അസ്ബാബ് കൊണ്ട് ഉദ്ദേശം. അൽ അസ്ബാബ് എന്ന് പറഞ്ഞാൽ അത് സ്നേഹബന്ധങ്ങളുടെ മാത്രം വിഷയമല്ല, നടയെ പറയപ്പെട്ട പ്രാമാണികരുടെ അഭിപ്രായങ്ങളെല്ലാം ഉദ്ദേശമാണ്. അന്യോന്യമുണ്ടായിരുന്ന ബന്ധങ്ങളും
രക്തബന്ധങ്ങളും കർമ്മങ്ങളും കരാറുകളും ഉടമ്പടികളും പദവികളും രക്ഷാമാർഗങ്ങളും ഇതൊക്കെ ഉദ്ദേശമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്നേഹബന്ധം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ പൊതുപ്രയോഗങ്ങൾ, അൽ അസ്ബാബ് എന്നുള്ളത് പൊതുപ്രയോഗങ്ങളാണ്. അതിന് ഒരു സഹാബി ഏതെങ്കിലും ഒരു ആശയം കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോൾ ആ സഹാബിയുടെ വ്യാഖ്യാനം അതിൻ്റെ ഉദാഹരണമാണ് എന്നുള്ളതാണ് തത്വം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്നേഹബന്ധം എന്ന അസ്ബാബിനെ വ്യാഖ്യാനിക്കുമ്പോൾ സ്നേഹബന്ധം എന്നുള്ളത് ഈ അസ്ബാബിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നാണ് ഇവിടെ പ്രത്യേകം മനസ്സിലാക്കുവാനുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അർത്ഥം പറഞ്ഞ ഈ മവദ്ദത്ത് അതൊരു കൃത്യമായ വ്യക്തമായ ഉദാഹരണമാണ്. അതിലൊരു ഇഷ്കാലുമില്ല. എന്തുകൊണ്ട്? ഹദീസുകളിൽ അപ്രകാരം സ്നേഹബന്ധം എന്ന അർത്ഥത്തിൽ സബബ് പ്രയോഗിക്കപ്പെട്ടു എന്നതിനാൽ. അതെവിടെ? 2 ഹദീസുകൾ ആ വിഷയത്തിൽ നമുക്കിവിടെ വായിക്കാനുണ്ട്. അതൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൗത്രൻ ഫാത്തിമയുടെ പ്രിയപുത്രൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ എന്നവർ മിസ്വർ ഇബ്നു മഖ്റമ എന്ന സഹാബിയുടെ പുത്രിയെ വിവാഹം അന്വേഷിക്കുകയുണ്ടായി. ഹസൻ ഇബ്നു ഹസനോട് ഈ അന്വേഷണത്തെ പ്രതികരിച്ച് മിസ്വർ ഇബ്നു മഖ്റമ പറഞ്ഞത്, വല്ലാഹി മാ മിൻ നസബിൻ വലാ സബബിൻ വലാ സിഹിറിൻ അഹബ്ബു ഇലയ്യ മിൻ സബബിക്കും വസിഹിരിക്കും. അള്ളാഹുവാണ് സത്യം, ഒരു നസബും കുടുംബബന്ധവും, വല സബബിൻ ഒരു സ്നേഹബന്ധവും, വല സിഹിറിൻ ഒരു വൈവാഹിക ബന്ധവും ഇല്ല, അഹബ്ബു ഇലയ്യ എനിക്ക് ഏറ്റവും ഇഷ്ടകരമായിട്ട്, മിൻ സബബിക്കും വസിഹിരിക്കും നിങ്ങളോടുള്ള സ്നേഹബന്ധവും നിങ്ങളോടുള്ള വൈവാഹിക ബന്ധത്തെക്കാളും ഇഷ്ടകരമായി വേറൊന്നുമില്ല. പക്ഷേ എൻ്റെ മകളെ താങ്കൾക്ക് കല്യാണം കഴിച്ചു തരാൻ എനിക്ക് തടസ്സമായുള്ളത് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു കാര്യമാണ്. ഫാത്തിമത്തു മുദ്ഗത്തും മിന്നി യഖ്ബിദുനി മാ ഖബദഹ വയബ്സുതുനി മാ ബസതഹ. ഫാത്തിമ എന്നിൽ നിന്നൊരു കഷ്ണമാണ്. അവർക്ക് പ്രയാസകരമാകുന്നത് എന്നെ പ്രയാസപ്പെടുത്തും, അവരെ സന്തോഷിപ്പിക്കുന്നത് എന്നെ സന്തോഷിപ്പിക്കും. അതുകൊണ്ട് ഹസൻ, ഫാത്തിമയുടെ പുത്രി നിങ്ങളുടെ ഭാര്യയാണ്. അവിടേക്ക് എൻ്റെ മകൾ കൂടി നിങ്ങളുടെ ഭാര്യയായി വരുമ്പോൾ അത് ഫാത്തിമയുടെ പുത്രിക്ക് പ്രയാസവും അനിഷ്ടവുമാണ് എങ്കിൽ സ്വാഭാവികമായും അത് ഫാത്തിമയെ പ്രയാസപ്പെടുത്തും. റളിയല്ലാഹു അനിൽ ജമീഅ. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസകരമാകുന്ന വിഷയമാണ്. ഇത് ഹസനോട് മിസ്വർ പറഞ്ഞു എന്നാണ്. അതിൽ ആ ഹദീസിൽ കാണാം, വ ഇന്നൽ അൻസാബ തൻഖതിഉ യൗമൽ ഖിയാമത്തി ഗൈറ നസബി വസബബി വസിഹിരി. കുടുംബങ്ങൾ, ബന്ധങ്ങൾ അന്ത്യനാളിൽ മുറിഞ്ഞുപോകും, ഞാനുമായുള്ള നസബൊഴികെ, ഞാനുമായുള്ള സബബൊഴികെ, ഞാനുമായുള്ള സിഹിറൊഴികെ. സബബ് എന്ന് പറഞ്ഞാൽ സ്നേഹബന്ധം, സിഹിർ എന്ന് പറഞ്ഞാൽ വൈവാഹിക ബന്ധം. ഏതായാലും മിസ്വർ ഇബ്നു മഖ്റമ തൻ്റെ ഈ ഒഴികഴിവ് പറഞ്ഞപ്പോൾ ഫന്തലഖ ആദിറൻ ലീ എന്നാണ്. ഹസൻ ഇബ്നു ഹസൻ റളിയല്ലാഹു അൻഹുമ എന്നോട് എനിക്ക് ഒഴിവ് കഴിവ് കണ്ട് അദ്ദേഹം അവിടെ വിട്ടുപോയി എന്നുള്ളതാണ്. ഇതാണ് ആ ഒരു തിരുവചനം. മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ പുത്രി ഉമ്മു കുൽസൂം ബിൻത്ത് അലിയിനെ വിവാഹം കഴിച്ച സമയം ആളുകളോട് പറയുന്നുണ്ട്, അലാ തുഹന്നൂനി, നിങ്ങൾ എന്നെ അനുമോദിക്കുന്നില്ലേ, ആശീർവദിക്കുന്നില്ലേ എന്ന്. എന്തിനാണ് ഉമർ അമീറുൽ മുഅ്മിനീൻ ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നതിൽ അദ്ദേഹം അനുമോദനം ആവശ്യപ്പെടുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമൊഴി അദ്ദേഹം പറയുകയാണ്, കുല്ലു സബബിൻ വനസബിൻ മുൻഖതിഉ യൗമൽ ഖിയാമ ഗൈറ സബബി വനസബി. എല്ലാ സ്നേഹബന്ധവും എല്ലാ കുടുംബബന്ധവും അന്ത്യനാളിൽ മുറിയും, നിലക്കും, എന്നോടുള്ള സ്നേഹബന്ധവും കുടുംബബന്ധവും ഒഴികെ. അവിടെ കുല്ലു സബബിൻ എന്ന് പറഞ്ഞാൽ കുല്ലു മവദ്ദത്തിൻ, ഗൈറ സബബി എന്ന് പറഞ്ഞാൽ ഗൈറ മവദ്ദത്തി. ഇതാണ് അർത്ഥം. ഞാനിവിടെ ഈ 2 ഹദീസുകൾ ഉദ്ധരിച്ചത് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്ന് പറഞ്ഞപ്പോൾ അൽ അസ്ബാബ് എന്നതിന് അൽ മവദ്ദ എന്നാണ് അർത്ഥം പറഞ്ഞത്. സ്നേഹബന്ധങ്ങൾ അന്യോന്യമുള്ളത് പരലോകത്ത് മുറിഞ്ഞുപോകും, നിലച്ചുപോകും, ബന്ധം അറ്റുപോകും എന്ന് പറയുമ്പോൾ അത് അസ്ബാബിൻ്റെ അറ്റുപോകുന്ന ബന്ധങ്ങളുടെ ഒരു ഉദാഹരണമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ തഫ്സീറിന് അല്ലെങ്കിൽ ആ ഉദാഹരണത്തിന് ഹദീസുകളുടെ പിൻബലമുണ്ട് എന്നുള്ളത് ഉണർത്താനാണ്. മാത്രമല്ല അറ്റുപോകുന്ന മുറിഞ്ഞുപോകുന്ന സബബുകളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് സ്നേഹബന്ധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ ഒരു ഉദാഹരണം പറഞ്ഞത് നമ്മൾ അതിപ്രാധാന്യത്തിൽ പരിഗണിക്കേണ്ട ഉദാഹരണം തന്നെയാണ് എന്നാണ് ഇവിടെ മനസ്സിലാക്കുവാനുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, സബബുകളെല്ലാം അവരെ തൊട്ട് അവരുടെ കുഫ്ർ കാരണത്താൽ ആ സബബുകൾ അവരോടൊപ്പം ഉള്ളതോടൊപ്പം അത് മുറിഞ്ഞു പോകും, അറ്റുപോകും. വസാല കുല്ലു സബബിൻ യുംകിനു അൻ യതഅല്ലഖ ബിഹി, പൂണ്ടുപിടിക്കാവുന്ന എല്ലാ സബബുകളും
അത് വഴിമാറും. വഅന്നഹും ലാ യൻതഫിഊന ബിൽ അസ്ബാബി അല ഇഖ്തിലാഫിഹ, സബബുകൾ വ്യത്യസ്തങ്ങളായി ഉള്ളതോടൊപ്പം പരലോക കോടതിയിൽ പിന്തുടർന്നവരും പിന്തുടരപ്പെട്ടവരും അതിനാൽ ഉപകരിക്കുകയേ ഇല്ല. ആ സബബുകളുടെ വ്യത്യസ്തതകൾ എന്ന് പറയുമ്പോൾ മിൻ മൻസിലത്തിൻ വസബബിൻ വനസബിൻ വഅഹദിൻ വഅഖദിൻ, അത് സ്ഥാനമാനങ്ങളാകട്ടെ, സ്നേഹബന്ധങ്ങളാകട്ടെ, കുടുംബ ബന്ധങ്ങളാകട്ടെ, കരാറുകളാകട്ടെ, ഉറപ്പുകളും ഉടമ്പടികളുമാകട്ടെ, ഒന്നുകൊണ്ടും അവർ ഉപകരിക്കാത്ത അവസ്ഥ. വദാലിക നിഹായത്തുൽ യഅസ്, നൈരാശ്യത്തിൻ്റെ പരമകാഷ്ഠയാണ്, അങ്ങേ അറ്റമാണത് എന്നാണ് ഇവിടെ തഫ്സീറുകളിൽ നമ്മൾ വായിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സബബുകൾ നിലച്ചുപോകും, മുറിഞ്ഞുപോകും, അറ്റുപോകും എന്നുള്ളതിന് പ്രയോഗിച്ചത് വതഖത്തഅത് എന്നാണ്. ഖതഅ അല്ലെങ്കിൽ ഖത്ഉ എന്നത് ഒരു വസ്തുവെ ഖണ്ഡിക്കുക, മുറിക്കുക, അതിനൊക്കെ പ്രയോഗിക്കുന്ന പദങ്ങളാണ്. നമ്മൾ പറയില്ലേ, വെട്ടൊന്ന് കഷ്ണം രണ്ട്, അറുത്തുമാറ്റി, മുറിച്ചുമാറ്റി, കൊത്തിമുറിച്ചു, അങ്ങനെയുള്ളതിനാണ് ഈ ഖത്ഉ പ്രയോഗിക്കുക. വസാരിഖു വസാരിഖതു ഫഖ്തഉ ഐദിയഹുമ, മോഷ്ടിച്ചവൻ്റെയും മോഷ്ടിച്ചവളുടെയും കൈകളെ നിങ്ങൾ കൊത്തുക, ഫഖ്തഉ. അതേപോലെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖിസ്സ വായിക്കുമ്പോൾ അസീസിൻ്റെ ഭാര്യ സുലൈഖയുടെ ക്ഷണപ്രകാരം കൊട്ടാരത്തിലെത്തിയ പട്ടണത്തിലെ സ്ത്രീകൾ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൗന്ദര്യത്തിലും ആകാര സൗഷ്ഠവത്തിലും വശീകൃതരായി, ആകൃഷ്ടരായി, ഫലമ്മാ റഅയ്നഹു അക്ബർനഹു വഖത്തഅന ഐദിയഹുൻ, അവരവരുടെ കൈകളെ മുറിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഖത്ഇൻ്റെ പ്രത്യേകത. അങ്ങനെയുള്ള പദമാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, ഈ സബബുകൾ നിലച്ചു പോകുന്ന, അറ്റുപോകുന്ന വിഷയത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഒട്ടും ഉപകരിക്കില്ല, തീർത്തും നിരാശക്കടിപ്പെടും എന്നുള്ളതാണ് ഇത് പ്രയോഗിച്ചതിൽ പൊരുളായി, യുക്തിയായി ഉള്ളത്. അപ്പോൾ സഹോദരന്മാരെ, സഹോദരികളെ, എത്ര ഗൗരവപ്പെട്ടൊരു വിഷയമാണ് ഈ ഒരു വിശുദ്ധ വചനം കൈകാര്യം ചെയ്യുന്നത്. ഇത്തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഔൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഈ ആയത്തിൻ്റെ കോർവയുടെ ഭംഗിയായി സാഹിത്യ രചനകളിൽ ചില പ്രയോഗങ്ങളെ ഇതിൽ നിന്ന് എടുത്തുദ്ധരിച്ചത് വായിക്കാം. അതിൽപ്പെട്ടതാണ് ഇത്തബറ അല്ലദീന തബഉ മിനല്ലദീന തബഉ. നോക്കൂ നിങ്ങൾ, രണ്ടും ഉത്തുബിഉ ഇത്തബഉ. അതേപോലെ വറഔൽ അദാബ് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്. ഈ 4 പദങ്ങളും അവസാനിക്കുന്ന ആ ശൈലി നോക്കൂ. ഇതൊക്കെ സാഹിത്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്ന ചില പ്രയോഗങ്ങളാണ് അറബി സാഹിത്യത്തിൽ. ഏതായാലും ഈ ആയത്തിൻ്റെ വിഷയങ്ങളും വിധികളും തേട്ടങ്ങളും പൊരുളുകളും ഏറെ അർത്ഥഗർഭമാണ്. ചിലതൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 167 വചനം, ഇതിനെ തുടർന്നുള്ള ചില ഗൗരവപ്പെട്ട പ്രയോഗങ്ങൾ തന്നെയാണ് തുടർന്ന് പഠിക്കാൻ. ബിഇദ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.